സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. വെളിപ്പാട് ദിവസം 3-20 വാക്യം. ലബോദിക്ക സഭ അവർ വാതിലൊരു മുട്ട് കേട്ട് വെളിപ്പാട് ദിവസം 3-20 പഠിക്കാൻ സാധിക്കും. ഏത് ആ മനുഷ്യ വ്യക്തിയാണ് അവർക്കായി വന്നത്? അവൻ്റെ നാമം യേശു എന്നതായിരുന്നു. അവൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആയിരുന്നു. അവൻ്റെ കണ്ണുകൾ അഗ്നി പോലെ ജ്വലിച്ചു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു. ഉറ്റസ്നേഹിതനായ യോഹന്നാൻ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ ഒരു നേർക്കാഴ്ച കണ്ടപ്പോൾ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണ് ക്രിസ്തുവിൻ്റെ വിശ്വാസം ദൈവത്തോടുകൂടി ആരംഭിക്കുന്നു. നാം ഒറ്റയ്ക്കല്ല എന്നത് ആശ്വാസകരമാണ്. യേശു ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആണ്. എബ്രായർ ലേഖനം 11-3 വാക്യം പഠിക്കാൻ സാധിക്കും. എങ്കിലും ക്രിസ്തു തൻ്റെ ശക്തി ഉപയോഗിക്കുന്നത് നമ്മെ നശിപ്പിക്കാനല്ല, മറിച്ച് നമ്മെ സ്നേഹിക്കാനാണ്. അവൻ്റെ ക്ഷണം കേൾക്കാം. ഞാൻ വാക്കിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ശബ്ദം കേട്ട് വാതി തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്ക് ചെന്ന് അവനോട് കൂടെ താൻ കഴിക്കും. വെളിപ്പാട് 20 വാക്യം. നമ്മുടെ വിശ്വാസം ഭയത്തോടെ ആരംഭിക്കുന്നു. ആരാണ് വാതിൽ മുട്ടുന്നത്? എന്നാൽ അതൊരു ഊഷ്മളമായ സ്വാഗതത്തിനും ശക്തമായ ലിംഗത്തിനും അവസാനമായിരിക്കുന്നു. ഭൂമിയിലെ അവസാന വ്യക്തിയാണെങ്കിൽ പോലും നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു. ദൈവത്തിന് നന്ദി. നാം തനിച്ചല്ല. എന്തുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ ശക്തിയെ അവൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തത്? രണ്ടും സുപ്രമായിരിക്കുന്നത് എന്തുകൊണ്ട്? പ്രാർത്ഥിക്കാം. യേശുവേ, ഞാൻ അങ്ങേ എൻ്റെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു. താങ്കൾ ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞ രാജ്യക്കണവരാകുന്ന ആവത്തോടും രോഗത്തൊക്കെ മരണത്തെല്ലാം ദൈവം നമുക്കത്തിൽ ഞാൻ ദൈവം നന്ദി വിടുന്നു. പുതിയ രാജ്യക്കാരൻ ദൈവം അത്ഭുതകരമായി നടത്തുന്നു. പ്രാർത്ഥന ആശംസിക്കുന്ന ഒരു ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.